യെസ്, വി ആർ ഇൻ എ ക്രിപ്റ്റോ ബുൾ റൺ ഫേസ്. സോ പലരുടെയും പോർട്ട്ഫോളിയോയിൽ വലിയൊരു ഭാഗം പങ്കുവഹിക്കുന്നത് സൊലാന എന്ന് പറയുന്ന ഒരു കോയിൻ ആയിരിക്കും. സോ നിലവിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊലാന അതിൻ്റെ ടോപ്പിൽ നിന്നും ഓൾ ടൈം ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് 40-45% നിലവിൽ കറക്ഷൻ തന്ന് നിൽക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. എന്നാൽ പലരും നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷൻസ്, വരാനിരിക്കുന്ന കീ ഇവൻസുകൾ, കാര്യങ്ങൾ, കൃത്യമായ റിസ്ക് ഫാക്ടേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ സൊലാന ഒരു ഓപ്പർച്യൂണിറ്റിയായി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ സാമ്പത്തിക നഷ്ടത്തിലോട്ട് നിങ്ങളെ നയിച്ചേക്കാം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ സൊലാനയുടെ പ്രൈസ് പ്രഡിക്ഷൻ, അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്താണ്, അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ്, വരാനിരിക്കുന്ന കീ ഇവൻറ്റുകൾ, കാര്യങ്ങൾ എന്താണ്, സൊലാന നിലവിൽ നമുക്കൊരു ഗുഡ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളതുകൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് ബൈ ഓർ സെൽ സിഗ്നൽ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക. സോ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ട്രേഡേഴ്സ്, മൈ നെയിം ഈസ് അഫ്നാസ്. വെൽക്കം ബാക്ക് വിത്ത് എ ന്യൂ ലേണിംഗ് വീഡിയോ. സോ ക്രിപ്റ്റോ മാർക്കറ്റിൽ നമ്മൾ ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു എൻ്റയർ ബുൾറണിൻ്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റൂ. സോ നമ്മൾ ടെക്നിക്കൽ ലെവലുകൾ മാത്രം ഡ്രോ ചെയ്ത്, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ മാത്രം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ ആക്റ്റീവ് ആവുക, അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നടക്കുന്ന കീ ഇവൻറ്റുകൾ, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തുക. എന്നാൽ മാത്രമേ ഈ ഒരു ഇയർ എൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബുൾറണിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്യാൻ പറ്റൂ. സോ ഇന്നത്തെ വീഡിയോയിൽ സൊലാനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും സൊലാനയുടെ വരുന്ന ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. തികച്ചൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യൂ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ സൊലാന നമ്മൾ കഴിഞ്ഞൊരു 2 to 3 വീക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആൾട്ട് കോയിൻസും പെർഫോം ചെയ്യുമ്പോഴും സൊലാന ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊലാന ബ്ലോക്ക് ചെയിനിൻ്റെ മുകളിൽ ഒരുപാട് മീം കോയിൻസ് കാര്യങ്ങൾ നിലവിൽ മേക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കോയിൻസുകൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ്ഗർ നെയിമുകൾ പോലും ഒരു റെഗ് പുൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൊലാന ബ്ലോക്ക് ചെയിനെ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ നമ്മുടെ ഒഫീഷ്യൽ ട്രംപ് കോയിൻ, അതുപോലെ തന്നെ ട്രംപിൻ്റെ വൈഫ് മെലീന കോയിൻ, അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ലിബ്ര എന്ന് പറഞ്ഞ കോയിൻ, അർജന്റീനൻ പ്രസിഡന്റ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. സോ ഇതൊക്കെ ഒരു 1 വീക്കോ അല്ലാണെങ്കിൽ 2 to 3 ഡേയ്സിനകത്ത് തന്നെ 90% ഡംപ് ആവുകയാണ്. അതായത് ടോട്ടലി റെഗ് പുള്ളിങ്. സോ ഇങ്ങനെയൊക്കെയുള്ള സിനാരിയോസിൽ സൊലാനയുടെ മുകളിൽ ഒരുപാട് അൺവാണ്ടഡ് ഹെയ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. തികച്ചും സൊലാനയെ സംബന്ധിച്ചിടത്തോളം അവർ ഡയറക്റ്റ്ലി ഈ പറഞ്ഞ എന്താണ്, അവർ ഡയറക്റ്റ്ലി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നുമല്ല. സോ സൊലാനക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള യാതൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. എന്നാൽ പോലും ഈ ഒരു ഹെയ്റ്റ് സൊലാനയുടെ ടോട്ടൽ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചാർട്ടുകളും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൻറ്റിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 2022 ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച്, FTX എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് നിലവിലൊരു കീ ഇവൻറ്റ് നടത്തുന്നുണ്ട്. അതായത് March 1 ഒരു 2 ബില്യൺ വർത്ത് വരുന്ന സൊലാന അൺലോക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊലാനയുടെ ഓവറോൾ നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 84 ബില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു അസറ്റാണ്. സോ ഇതിൽ ഈ പറഞ്ഞ 84 ബില്യൺ വാല്യൂ വരുന്ന ഒരു അസറ്റിന് മുകളിൽ 2 ബില്യൻ്റെ ക്യുക്ക് സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. ഓൾസോ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നിലവിൽ ബിയറിഷ് സെൻറ്റിമെൻ്റ് ആണ്. ഓൾസോ ടെക്നിക്കൽ ലെവലുകൾ, പ്രൈസ് ആക്ഷൻ ബേസ് സൊലാന ടോട്ടലി ബിയറിഷ് ആണ്. സോ ഒരു ഷോർട്ട് ടൈമിലോട്ട് എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ട്വിറ്റർ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചർച്ചകൾ കാര്യങ്ങൾ ഈ പറഞ്ഞ FTXൻ്റെ അൺലോക്കിന് മുകളിൽ, സൊലാന അൺലോക്കിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. സോ ഓൾറെഡി ഈ ഒരു ന്യൂസ് മാർക്കറ്റിൻ്റെ അകത്ത് സ്പ്രെഡായിട്ടുണ്ട്, മാർക്കറ്റ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഫോർ ഷുവർ ബിഗ് പ്ലെയേഴ്സ് മാർക്കറ്റ് ഷെയ്ക്കൗട്ട് ചെയ്യും, ഷുവറാണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം, നിലവിൽ സൊലാനയിൽ നമ്മൾ അഗ്രഷൻസ് കാണിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നമുക്ക് എന്ത് ബെനിഫിറ്റാണ് ഇങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിങ്ക് ചെയ്യേണ്ടത്. സോ നെഗറ്റീവ് ന്യൂസസ് കാര്യങ്ങൾ മാർക്കറ്റിൽ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇന്നലെ നമ്മൾ ഓവർനൈറ്റിൽ ബൈബിറ്റിൻ്റെ ഒരു ഹാക്ക്, എതേരിയം ഹാക്ക് ചെയ്ത, കോഡ് വാലറ്റ് ഹാക്ക് ചെയ്തൊരു കേസ് കാര്യങ്ങൾ കണ്ടായിരുന്നു. ക്വിക്കായിട്ടുള്ളൊരു പാനിക് സെല്ല് കാര്യങ്ങൾ മാർക്കറ്റിൽ കണ്ടായിരുന്നു. സോ അതൊക്കെ മാർക്കറ്റിൽ കണ്ടിന്യൂസ്ലി കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഇവൻറ്റ്, അൺലോക്ക് ഇവൻറ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൊലാന നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ
ചാർട്ട് പാറ്റേൺ എന്താണ് പറയുന്നത്? നമ്മളെപ്പോഴും ടെക്നിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചാർട്ടിലോട്ട് നോക്കുക. ചാർട്ട് പാറ്റേൺ നമുക്ക് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൊലാന അതിൻ്റെ മേജറായിട്ടുള്ള 1 ഡേ ടൈം ഫ്രെയിം ബ്രേക്ക് ചെയ്ത് നിലവിൽ ബ്രേക്ക് ഡൗണിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് ഇത്രയും ദിവസം സൊലാന ഹ്യൂജായിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്ന 180 എന്നുള്ള ആ ഒരു സപ്പോർട്ട് റേഞ്ചുകൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടാണിത്. സോ ടോട്ടലി നെഗറ്റീവ് സിനാരിയോ ആണ്, ബിയറിഷ് സെൻറ്റിമെൻ്റ് ആണ് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. ബട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സപ്പോർട്ട് നമുക്ക് എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കുക. നമുക്കിവിടെ കാണാൻ പറ്റും 120 എന്നുള്ളത് ഒരു അടുത്തൊരു സപ്പോർട്ട് റേഞ്ചുകളാണ്. ഓക്കെ, 120 എന്നുള്ളത് ഒരു സപ്പോർട്ട് റേഞ്ചുകളാണ്. ഓൾസോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതൊരു അടുത്ത മേജർ സപ്പോർട്ട് റേഞ്ചുകളാണ്. അതുപോലെ തന്നെ ഈ റേഞ്ചുകൾ 150 എന്ന് പറയുന്ന ഒരു ലോക്കൽ സപ്പോർട്ട്, ലാസ്റ്റ് ലോക്കൽ സപ്പോർട്ട് ഓൾസോ നമുക്കിവിടെ അവൈലബിൾ ആണ്. 150 to 155 റേഞ്ചുകൾ. സോ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സൊലാന 40-50% കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും 45% ഒരു കറക്ഷനിലാണ് നിലവിൽ സൊലാന എന്ത് ചെയ്യുന്നത്, ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റിലുള്ള ന്യൂസ് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബിയറിഷ് ആയിട്ട് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ മാർക്കറ്റിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട്. എന്താണ് ആ ഒരു പോസിബിലിറ്റി? അതായത് അടുത്ത സപ്പോർട്ടുകൾ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. മേ ബി 160 ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ 120 എന്നുള്ള റേഞ്ചുകളും ആവാം. വേസ്റ്റ് സിനാരിയോ നമ്മളെപ്പോഴും ഒരു ട്രേഡിലോട്ട് എൻ്റർ ആകുമ്പോഴും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെപ്പറ്റി നമുക്ക് അവിടെ മണി മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം എത്ര പോകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധേഡായിരിക്കണം. സോ വേസ്റ്റ് സിനാരിയോയിൽ 120 വരെയും മാർക്കറ്റ് റീടെസ്റ്റ് തരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഈ ഒരു സപ്പോർട്ടുകൾ നമ്മൾ നിലവിൽ 1 ഡേ ടൈം ഫ്രെയിമിലാണ് നോക്കിയിട്ടുള്ളത്. 1 വീക്ക് ടൈം ഫ്രെയിമിൽ ട്രെൻഡ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. സോ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഈസിലി ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാൻ പറ്റും. സോ ടെക്നിക്കലി നമ്മൾ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ സ്റ്റിൽ എന്താണ്, ബുള്ളിഷ്നെസ് തന്നെയാണ്. നിലവിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സ്റ്റിൽ ബ്രേക്ക് ആവുന്നത് വരെ എന്താണ്, ബുള്ളിഷ്നെസ് തന്നെയാണ്. ബട്ട് ഈ ഒരു 150 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 120 നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രെൻഡിന് ഒരു ചെറിയ ചേഞ്ചസ് വരും. കാര്യം നിലവിൽ എന്താണ്, ഹയർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹയർ ലോ നിലവിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. സപ്പോർട്ട് റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു റേഞ്ചുകൾ 120 എന്നുള്ളത് ക്രൂഷ്യൽ സപ്പോർട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ പോയിന്റ് ആണ് 120 എന്ന് പറയുന്ന റേഞ്ചുകൾ. സോ നിലവിൽ അഗ്രഷൻസ് സൊലാനയുടെ അകത്ത് ഈ പറഞ്ഞ എന്താണ്, പോർട്ട്ഫോളിയോ മേക്ക് ചെയ്യാതിരിക്കുക. ഓൾസോ ഈ 2 റേഞ്ചുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ 150 എന്നുള്ള റേഞ്ചുകളിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ അവിടെ ഒരു 30% മാത്രം ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ബാക്കി ക്വാണ്ടിറ്റി ഇൻ കേസ് അഗെയിൻ ഒരു വേസ്റ്റ് സിനാരിയോ കേസിൽ 120 വരെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യുക. നമ്മൾ ഒരിക്കലും ഗ്രീഡിനെസ് കാരണം നമ്മുടെ എൻ്റയർ എമൗണ്ട് നമ്മൾ തൊട്ടടുത്ത് കിട്ടുന്ന സപ്പോർട്ടിൽ എന്ത് ചെയ്യുക, ബൈ ചെയ്യാതിരിക്കുക. നമ്മൾ വേസ്റ്റ് സിനാരിയോ ഓൾസോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന അടുത്തൊരു കേസാണ്, ഒരുപാട് പേര് 180 മുകളിൽ 200 മുകളിലൊക്കെ ബൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട്, അതായത് നവംബറിൽ നടന്നിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഇത് വീക്ക്ലി ടൈം ഫ്രെയിം ആണ്. 200 ബൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും, 220 ബൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും, 240 ബൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും, 250 ബൈ ചെയ്തിട്ടുണ്ടാവും. പ്രീവിയസ് റെസിസ്റ്റൻസ് അതായത് 280 സംതിങ് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഫോമോ ബയ്യേഴ്സ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സോ കാര്യങ്ങളോ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ബിഗ്ഗർ ആയിട്ടുള്ള പ്രൊജക്റ്റാണ്, അടുത്തൊരു അധൈര്യമാണ്, സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നിങ്ങളെടുത്ത തീരുമാനത്തിന് മുകളിലാണ് നിങ്ങളിപ്പം ഈ പറഞ്ഞൊരു 40-50% ഡ്രോ ഡൗണിൽ നിൽക്കുന്നത്. സോ സിമ്പിളായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിനാരിയോസ് ഇതൊക്കെയാണ്. മേ ബി 150 എന്നുള്ള ആ ഒരു റേഞ്ചുകൾ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെഗപ്പ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ നിങ്ങൾ ആവറേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കില്ല. കാര്യം മാക്സ് ടു മാക്സ് ഐ തിങ്ക് ഒരു $400 വരെയൊക്കെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലും ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ അഗെയിൻ ഒരു ഇട്ട എമൗണ്ടിന് മുകളിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കാര്യം അവിടെ റിസ്ക് റിവാർഡ് നിങ്ങൾ നോക്കണം. നിലവിൽ നിങ്ങൾ 200 അതല്ലാണ്ട് 280 ബൈ ചെയ്ത് നിൽക്കുന്നവർ ഓൾമോസ്റ്റ് 60%, അതല്ലാണ്ടെങ്കിൽ ഒരു ഈ റേഞ്ച് 120 വരെയൊക്കെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ 60-70% ഡ്രോ ഡൗൺ നിങ്ങൾ കാണുന്നുണ്ട്, 60% ഡ്രോ ഡൗൺ കാണുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടണമെങ്കിൽ തന്നെ നിങ്ങളുടെ ബൈയിങ് പോയിന്റ് ഓൾമോസ്റ്റ് ഒരു 250 ഒക്കെ ആണ്, അല്ലാണ്ടെങ്കിൽ 220 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
ഒരു 400 റേഞ്ച് വരെ വരുമ്പോഴും 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഈസിലി ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 റേഞ്ചുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾസോ അഗെയിൻ 150 എന്നുള്ള ആ റേഞ്ചുകളിൽ ബ്ലൈൻഡ്ലി ഒരിക്കലും ബൈ ചെയ്യാനായിട്ട് പോകരുത്. ആ ഒരു സമയത്ത് മാർക്കറ്റിൽ വരുന്ന സെന്റിമെന്റ് എന്താണോ അത് നോക്കുക. ബിറ്റ്കോയിൻ്റെ ചാർട്ട് നമ്മൾ സൊലാനയുടെ ഈ ഒരു ചാർട്ടുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഡോമിനൻസിൻ്റെ ചാർട്ടും നമ്മൾ ഈ ഒരു സൊലാനയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ബ്ലൈൻഡ്ലി ഒരിക്കലും ഒരു റേഞ്ചുകൾ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നു, നമ്മളിവിടെ 120 എന്നുള്ള ഒരു സപ്പോർട്ട് കാണുന്നു, 120 ജസ്റ്റ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, നമ്മൾ ബൈ ചെയ്യുന്നു, അതൊരിക്കലും ഒരു എന്താ പറയുക യുക്തിപരമായിട്ടുള്ള ബൈയിങ് അല്ല. സോ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോക്കുക, മാർക്കറ്റിൻ്റെ സെന്റിമെന്റ് എന്താണെന്ന് നോക്കുക, അതിനുശേഷം മാത്രം റിയാക്ട് ചെയ്യുക. ഓൾസോ 120 എന്നുള്ള ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവറേജ് പ്രൈസ് സംതിങ് 160 റേഞ്ചിലോട്ടൊക്കെ വരും, നിങ്ങൾ 200-ന് മുകളിൽ ബൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും. സോ ചെറിയൊരു പുൾ ബാക്ക് ലഭിക്കുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കോസ്റ്റ് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അതല്ല കൺവെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം, ഹ്യൂജ് പ്രോഫിറ്റിലോട്ട് പോകാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സൊലാന ഡെഡ് ആണോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ 100 എന്നുള്ള ആ ഒരു റേഞ്ചുകൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അവിടെ ക്ലോസിങ് കിട്ടുന്നത് വരെ, ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് കിട്ടുന്നത് വരെ ഞാൻ ഈ പറഞ്ഞ സൊലാനയുടെ അകത്ത് ബുള്ളിഷാണ്. സൊലാന എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് അസറ്റാണ്. ബട്ട് അഗെയിൻ ഈ പറഞ്ഞ അഗ്രസീവ് ആവുന്ന ലെവലുകൾ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ലെവലുകളിൽ വന്നെങ്കിൽ മാത്രമേ ഞാൻ എന്താവും ഈ ഒരു ട്രേഡിൻ്റെ അകത്ത് ഈ 2 ലെവലുകളിൽ മാത്രമേ ഈ ഒരു കോയിൻ്റെ അകത്ത് ഞാൻ ഇൻട്രസ്റ്റഡ് ആവും. നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നോ ട്രേഡിംഗ് സോണാണ്. നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ഇല്ലാത്ത ഏരിയ ആണ്. കാര്യം മാർച്ച് 1 ഇനി ആകെ ഒരു 7-8 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മാർക്കറ്റ് എന്ത് റിയാക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ വാച്ച് ചെയ്യും. ആ ഒരു ദിവസം നമുക്ക് ഈ പറഞ്ഞ ഒരു റേഞ്ചുകളിലോട്ട് മാർക്കറ്റ് ഒരു ക്രാഷ്, നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിലോട്ടുള്ള ഒരു ക്രാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഗുഡ് ആൻഡ് വെൽ, നമ്മൾ ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമ്മൾ റിസ്ക് ചെയ്യും. സോ നമ്മുടെ ലെവലുകൾ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആണ്. ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് റേഞ്ചിൽ ഈ ഒരു ട്രേഡുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുള്ളതും വെൽ പ്ലാൻഡ് ആണ്. സോ ഇവിടുന്ന് ഇൻ കേസ് അഗെയിൻ ഒരു ഓൾ ടൈം ഹൈ അറ്റ്ലീസ്റ്റ് പ്രീവിയസ് റേഞ്ചുകളുടെ റെസിസ്റ്റൻസ് വരെ മാർക്കറ്റ് പോയാൽ തന്നെ 120 നിന്നും ഓൾമോസ്റ്റ് 100% മുകളിൽ റിട്ടേൺസ് വരും, വിച്ച് ഈസ് വെരി ഗുഡ്. സോ ഇങ്ങനെ പ്ലാൻ ചെയ്യാം, നിലവിൽ അഗ്രസീവ് ആവാതിരിക്കുക. ഓൾസോ ലിവറേജ് ട്രേഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ട്രേഡ് എപ്പോഴും ആക്റ്റീവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ട് നമ്മൾ നോക്കേണ്ടി വരും. നിലവിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് മാർക്കറ്റ് ടോട്ടലി കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. കഴിഞ്ഞൊരു 2-3 മന്തായിട്ട് ടോട്ടൽ കൺസൾട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻറ്റയർ സോണുകൾ, ഈ ഒരു സൈഡ് വേസ് സോണുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണ്, നമുക്ക് ഈ 2 സോണിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് എന്താണ്, മാർക്കറ്റ് ടോട്ടലി സൈഡ് വേസ് ആണ്. ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൊമെൻറ്റം ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ പറ്റും ബിറ്റ്കോയിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ അകത്ത്. സോ ഈ ഒരു സോണിൻ്റെ അകത്ത് ടോട്ടൽ ക്യാൻഡിൽസ്, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ക്യാൻഡിലിനേക്കാളൊക്കെ സ്ട്രെങ്ത് വിക്കുകൾക്ക് കാണാൻ പറ്റും. അതിനർത്ഥം മാർക്കറ്റ് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വോളിയം ഇത്തിരി കുറവാണ്. ഈ പറഞ്ഞ വെയിൽസ് അവരുടെ ആ ഒരു സ്ട്രെങ്ത് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഡയറക്ഷണൽ ട്രേഡ് കാര്യങ്ങൾ നിലവിൽ ഫ്യൂച്ചറിൽ ഓപ്പൺ ചെയ്യാതിരിക്കുക. മോസ്റ്റ്ലി ലിക്വിഡേഷൻ സംഭവിക്കും. കാര്യം എപ്പോഴും ഈ പറഞ്ഞ ഫ്യൂച്ചർ ട്രേഡ് നമുക്ക് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡിങ് ആവുന്ന സമയത്താണ്. അറ്റ്ലീസ്റ്റ് 2 ട്രെൻഡാണ് മാർക്കറ്റിലുള്ളത്. ഒന്നുകിൽ അത് ബിയറിഷ് ട്രെൻഡ് ആയിരിക്കണം. ബിയറിഷ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഹയർ ഹൈ ഹയർ ലോസ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബുള്ളിഷ് സ്ട്രക്ചർ ആയിരിക്കണം. ഇത് ബുള്ളിഷ് സ്ട്രക്ചറാണ്, ഇത് ബിയറിഷ് സ്ട്രക്ചറാണ്. ബുള്ളിഷ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ ഹയർ ലോസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ലോസും ലോവർ ഹൈസും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ 2 ഒരു ക്ലിയർ കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിൻ്റെ അകത്ത് നമ്മൾ ട്രേഡുകൾ ഓപ്പൺ ചെയ്യുക. സോ ഫ്യൂച്ചർ ട്രേഡ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ എന്തായാലും നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഡെയിലി എല്ലാ ദിവസവും നമ്മൾ ഫോറക്സ് ക്രിപ്റ്റോയുടെ അകത്ത് ലൈവ് ട്രേഡ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് എ ബിഗിനർ നിങ്ങൾ ഒരു ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈവ് സെഷൻസ് കാര്യങ്ങൾ കണ്ട് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓൾസോ ബിറ്റ്കോയിനിൽ അടുത്തൊരു
പോസിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചുകൾ, അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരുപാട് സെഷൻ്റെ അകത്ത് സംസാരിച്ച കേസാണ്, ഒരുപാട് ലൈവ് സെഷനിൽ സംസാരിച്ച കേസാണ്. ബിറ്റ്കോയിൻ നിലവിൽ സപ്പോർട്ട് എടുക്കുന്ന സോണുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റേഞ്ചുകളാണ്. അതായത് 92,000 എന്ന് പറഞ്ഞ ഒരു 9-10 തവണ മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ബൈ സൈഡിലോട്ട് ഒരു പുഷ് ചെയ്യുന്നത്, ബൈ സൈഡിലോട്ട് ഒരു മൊമെൻറ്റം എടുക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഞ്ചിൽ നിന്ന് എഗെയിൻ മാർക്കറ്റ് ഒരു ഈ പറഞ്ഞ ഒരു ന്യൂ ഹൈ, ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ബ്രേക്കൗട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ഹ്യൂജ് റാലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. അൺടിൽ അനലൈസ് ഈ ഒരു റേഞ്ചുകൾ, അതായത് 85,000 എന്നുള്ള റേഞ്ചുകളിൽ മാർക്കറ്റ് വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. കാര്യം 92,000 എന്നുള്ള റേഞ്ചുകളിൽ ഒരുപാട് ബയ്യേഴ്സിൻ്റെ ലിക്വിഡിറ്റി അവൈലബിൾ ആണ്. ഈ ഒരു റേഞ്ചിൻ്റെ താഴെ ഒരുപാട് ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകൾ മാർക്കറ്റിന് അവൈലബിൾ ആണ്. സോ വൺസ് മാർക്കറ്റ് ആ ഒരു സ്റ്റോപ്പ് ലോസുകൾ ട്രിഗർ ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് അഗ്രസീവ് ആവുക. ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് ക്വിക്കായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ബ്രേക്കൗട്ട് കാണാൻ പറ്റും. സെയിം പ്രൈസ് ആക്ഷൻ നമ്മൾ പ്രീവിയസ്ലി സെയിം ബിറ്റ്കോയിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 4-5 മാസ കാലയളവിൻ്റെ ഒരു കൺസൾട്ടേഷൻ പീരീഡ് നമ്മൾ കണ്ടായിരുന്നു. അതായത് 62,000 63,000 എന്നുള്ള റേഞ്ചിൻ്റെ അകത്ത് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഒരുപാട് സമയം, ഒരുപാട് മന്ത് ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് കൺസൾട്ടേറ്റ് ചെയ്യായിരുന്നു. ഡയറക്ഷൻ മൊമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹ്യൂജ് സപ്പോർട്ടിൻ്റെ താഴെ, അതായത് 50,000 എന്നുള്ള ഒരു റേഞ്ചുകൾ, 50,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തതിന് ശേഷമാണ് ഒരു ഹ്യൂജ് റാലി മാർക്കറ്റിൽ എന്ത് ചെയ്തത്, ട്രിഗർ ആയത്. നമുക്കിവിടെ കാണാൻ പറ്റും. സോ അതിനുശേഷമാണ് മാർക്കറ്റ് ഹ്യൂജ് റാലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം സിനാരിയോ സെയിം പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. സെയിം സിനാരിയോ നമുക്ക് ഈ റേഞ്ചിലും കാണാൻ പറ്റും. സോ മോസ്റ്റ്ലി ഈ പറഞ്ഞ ഒരു സിനാരിയോസ് നമുക്ക് കാണാൻ പറ്റും. ഈ റേഞ്ചിൻ്റെ അകത്ത് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ട്രാപ്പ്, സെല്ലേഴ്സിൻ്റെ ലിക്വിഡിറ്റി ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഹ്യൂജ് ബ്രേക്കൗട്ട് തരുന്നത്. ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ്റയർ ട്രെൻഡ്, അതായത് പ്രീവിയസ് സപ്പോർട്ട് മുതൽ നമ്മൾ ഫിബൊനാച്ചി ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ്റയർ ട്രെൻഡിൻ്റെ ഗോൾഡൻ സോണുകൾ സ്റ്റിൽ വാലിഡ് ആണ്. സ്റ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ടച്ച് ചെയ്തില്ല. ഈ ഒരു റേഞ്ചുകൾ, ആ ഒരു റേഞ്ചുകൾ ഏതാണ്, 85,000 എന്നുള്ള റേഞ്ചുകളാണ്, നമ്മൾ പ്രീവിയസ്ലി സംസാരിച്ച റേഞ്ചുകളാണ്. സോ മേ ബി നമുക്ക് ഈ ഒരു റേഞ്ചിൽ 85,000 എന്നുള്ള റേഞ്ചുകളിലോട്ട് മാർക്കറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി വിക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളായിരിക്കും കൂടുതൽ. സോ അങ്ങനെ ഒരു സിനാരിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫ്യൂച്ചർ ട്രേഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അഗ്രസീവ് ആവുക. സോ ഇങ്ങനൊരു സിനാരിയോയിൽ ബിറ്റ്കോയിൻ ഈ പറഞ്ഞ 85,000 എന്നുള്ള റേഞ്ചുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സൊലാന ഓൾസോ നമ്മൾ ഈ ഒരു ചാർട്ട് വൈസ് നോക്കിക്കഴിഞ്ഞാൽ സൊലാനയിൽ ബിറ്റ്കോയിൻ ഈ പറഞ്ഞ ഒരു ടോട്ടൽ പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സോണിൽ നിന്നും 85,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഒരു ഡിപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എ ബിഗ് ഡീൽ. ജസ്റ്റ് 1-2 ദിവസം കൊണ്ട് ഈസിലി മാർക്കറ്റ് അത് പ്രൊവൈഡ് ചെയ്യും. സോ മാർക്കറ്റ് ബിറ്റ്കോയിൻ ഒരു 10% ക്രിയേറ്റ് ചെയ്യുമ്പം സൊലാന ഒരു 30-40% ഡിപ്പ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ്. സോ സെയിം 120 എന്നുള്ള റേഞ്ചുകളിലോട്ട് 30% ഒരു ഡിപ്പ് ഏരിയാസ് ബാലൻസ് കിടക്കുന്നുണ്ട്. സോ ഇൻ കേസ് ബിറ്റ്കോയിൻ ഡിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ സൊലാന ഈ ഒരു റേഞ്ചുകൾ ടെസ്റ്റ് ചെയ്യാൻ മോസ്റ്റ്ലി സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ സൊലാനയുടെ ഈ ഒരു ന്യൂസ് 2 ബില്യൻ്റെ അൺലോക്കിൻ്റെ ന്യൂസ് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്വിക്കായിട്ടുള്ളൊരു മാനിപ്പുലേഷൻ മാർക്കറ്റിൽ കാണാൻ പറ്റും. ക്വിക്കായിട്ടുള്ളൊരു പാനിക് സെല്ല് മാർക്കറ്റിൽ കാണാൻ പറ്റും. ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് മോസ്റ്റ്ലി റീറ്റെയിലേഴ്സ് മാത്രമായിരിക്കും സെല്ല് ചെയ്ത് എന്താണോ പ്രോഫിറ്റ് വന്നിട്ടുള്ളത് അത് ബുക്ക് ചെയ്യുക. അതല്ലാണ്ടെങ്കിൽ മോസ്റ്റ്ലി റീറ്റെയിലേഴ്സ് എന്തുകൊണ്ട് ഈ ഒരു ബുൾ റണ്ണിൽ അവർ ലോസസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും റീറ്റെയിലേഴ്സ് ഒരു റാലി സ്റ്റാർട്ട് ചെയ്ത് ഫോമോ ക്രിയേറ്റ് ആയതിനു ശേഷം മാത്രമേ അവർ ഇൻട്രസ്റ്റഡ് ആകും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബിറ്റ്കോയിൻ 1 lakh ബ്രേക്ക് ചെയ്തപ്പോൾ ഒരുപാട് മാഗസിൻസ്, ഒരുപാട് ഫ്രഷ് ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് ന്യൂസസ് ചാനൽസ് കാര്യങ്ങൾ പത്രത്തിൽ പോലും ആ ഒരു സംഭവങ്ങൾ വന്നതാണ്. സോ അങ്ങനെയുള്ള സമയത്ത് ഒന്നും ചാർട്ട് പോലും ഈവൺ നോക്കാത്ത ബയ്യേഴ്സ് മാർക്കറ്റിലോട്ട് എൻ്റർ ആവും. ഫ്രഷ് ബയ്യേഴ്സിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റിന് അവൈലബിൾ ആവും. ഈ പറഞ്ഞ റീറ്റെയിലേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആവും. അങ്ങനെയുള്ളവർ റാൻഡം ഏരിയാസിൽ കൊണ്ടുപോയിട്ട് ബൈ ചെയ്യും. മാർക്കറ്റ് ഈ പറഞ്ഞ ഒരു കറക്ഷൻസ് തരുമ്പോൾ, മാർക്കറ്റ് 20% 10% കറക്ഷൻസ് തരുമ്പോൾ തന്നെ അവർക്ക് ഡ്രോ ഡൗൺ കാണും, അവരത് വിറ്റൊഴിവാക്കും. സെയിം മിസ്റ്റേക്ക് നിങ്ങൾ വീണ്ടും വരുത്തരുത്. വെയിറ്റ് ചെയ്യുക. വേസ്റ്റ് കേസ് സിനാരിയോയിൽ ബൈ ചെയ്യാനായിട്ട് നോക്കുക. മാർക്കറ്റിൽ ഫിയർ നിലനിൽക്കുമ്പോൾ ബൈ ചെയ്യുക. മാർക്കറ്റിൽ ഫോമോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗ്രീഡ് ക്രിയേറ്റ് ആയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ വിറ്റ് പൈസ ആക്കുക.
അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് ഈസിലി ബൈ ചെയ്യുക, റെസിസ്റ്റൻസിൽ സെല് ചെയ്യുക, പാർസൽ ക്വാണ്ടിറ്റി സെല് ചെയ്യുക, ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റാലിക്ക് വിടുക. എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ തൃപ്തിയായെന്ന് തോന്നുന്നത് ആ ഒരു സമയത്ത് ഗ്രീഡ് ഒഴിവാക്കിക്കൊണ്ട് പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ഒരു എൻ്റയർ ബുൾ റണ്ണിൽ നമുക്ക് സസ്റ്റെയിൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, നിലനിൽക്കാൻ പറ്റൂ. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഓൾസോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഓൾമോസ്റ്റ് എല്ലാം വിറ്റ് ഈ പറഞ്ഞ USDT ആക്കി കിടക്കാണ്. ചെറിയ ക്വാണ്ടിറ്റി മാത്രം ഒരു പേരിന് നിലവിൽ ഡിപ്ലോയ് ചെയ്തിട്ടേക്കാണ്. കാര്യം മാർക്കറ്റ് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തരും എന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിൽ തന്നെയാണ്. ഓൾസോ രണ്ട് തരത്തിൽ നമുക്ക് ഈ ഒരു ബുൾ റണ്ണിൽ ബൈ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ സപ്പോർട്ടിൽ ബൈ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കൗട്ടിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. സോ സപ്പോർട്ടിൽ ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ പോർട്ട്ഫോളിയോയിൽ. ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കൗട്ടിൽ ബാക്കി ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് ആവറേജ് ചെയ്യും. സോ പ്ലാൻ ഓഫ് ആക്ഷൻ സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ലെവലുകൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമ്മുടെ റിസ്ക് എന്താണ് എന്നുള്ളത്, നമുക്ക് വേസ്റ്റ് കേസ് റിസ്ക് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആണ്. സോ ആക്ഷൻസ് എടുക്കുക. ആക്ഷൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ബുൾ റണ്ണിൻ്റെ അകത്ത് പ്രോഫിറ്റബിൾ ആവാൻ പറ്റൂ. ഫൈനലി നമ്മൾ ബിറ്റ്കോയിൻ ഡോമിനൻസിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഡോമിനൻസ് എപ്പോഴൊക്കെ നെഗറ്റീവ് ആവുന്നു, എപ്പോഴൊക്കെ ഈ പറഞ്ഞ ക്രാഷ് ആവുന്നു, അപ്പോഴൊക്കെ ബാക്കിയുള്ള ആൾട്ട് കോയിൻസ് എതേരിയം, സൊലാന അങ്ങനെ തുടങ്ങിയ എല്ലാ ആൾട്ട് കോയിൻസിനും അത് ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. നിലവിൽ ബിറ്റ്കോയിൻ കൈൻഡ് ഓഫ് ഈ ഒരു റേഞ്ചുകൾ, അതായത് നോക്കിക്കഴിഞ്ഞാൽ 3500 താഴെ 3700 താഴെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ളൊരു സെൽ പ്രഷർ ബിറ്റ്കോയിൻ ഡോമിനൻസിൻ്റെ ചാർട്ടിൽ കാണാൻ പറ്റും. അതെപ്പോഴും ഈ പറഞ്ഞ ബാക്കി ആൾട്ട് കോയിൻസുകളിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും. 4 hours ഓൾസോ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്തുകൊണ്ട്. സോ മോസ്റ്റ്ലി നിലവിൽ കൈൻഡ് ഓഫ് സൈഡ് വേസ് ആണ്. നമ്മൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് റാലി കാര്യങ്ങൾ ബാക്കി ആൾട്ട് കോയിൻസിൽ കാണാൻ പറ്റും. സോ സൊലാനയുടെ എൻ്റയർ ആയിട്ടുള്ള ഒരു അനലൈസിസ് ഇത്ര മാത്രമാണ്. സോ ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റഡി കൂടെ ഇതിൻ്റെ അകത്ത് നടത്തുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ഫണ്ടമെൻ്റലി നിങ്ങൾ പ്ലാൻ ചെയ്യുക. സോ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓൾസോ കമൻറ്റിലൂടെ അറിയിക്കുക ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങൾ വേണോ ഇല്ലയോ എന്നുള്ളത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.